ഏവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു സുനിൽ. ഏറെ സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് എനിക്കിന്നിവിടെ ലഭിച്ചിരിക്കുന്നത്. കാഴ്ചപരിമിതിയെ സ്വാധീനിക്കുന്ന ഹെലൻ കെല്ലറിലെ ഘടകങ്ങൾ. നമുക്കറിയാം, കാഴ്ചപരിമിതിയെ സ്വാധീനിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട് ഹെലൻ കെല്ലർ എന്ന ധീരവനിതയിൽ. സഞ്ചാര സ്വാതന്ത്ര്യം പലപ്പോഴും കാഴ്ചപരിമിതർക്ക് ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. സ്വയം സഞ്ചരിക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒന്നായതുകൊണ്ട് തന്നെ കാഴ്ചയും കേൾവിയും അന്യമായിട്ട് പോലും ലോകം മുഴുവൻ ഹെലൻ കെല്ലർ എന്ന വനിതയെ എന്നും ഓർക്കുന്നത് അവർ അതിനെ എങ്ങനെ അതിജീവിച്ചു എന്നതുകൊണ്ടാണ്. ഇന്ന് പലരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിക്കുന്ന ഈയൊരു സാഹചര്യത്തിൽ ഹെലൻ കെല്ലറിൻ്റെ വാക്കുകൾ വളരെയധികം പ്രസക്തമാണ്. നമുക്കൊരു വസ്തു ആസ്വദിക്കണമെങ്കിൽ കാഴ്ചയും കേൾവിയും ഒന്നും ആവശ്യമില്ല. അതിന് ഹൃദയം മതി. കാഴ്ചയും കേൾവിയും ഇല്ലാതെ ബിരുദം സ്വന്തമാക്കുന്ന ആദ്യത്തെ വനിതയാണ് ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറിനെ കുറിച്ച് പറയുമ്പോൾ ഹെലൻ കെല്ലറിൻ്റെ അധ്യാപികയെക്കുറിച്ച് പറയാതെ ഒരിക്കലും ഈ പ്രസംഗം പൂർണ്ണമാകില്ല. ആനി സള്ളിവൻ എന്ന അധ്യാപികയാണ് ഹെലൻ കെല്ലറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. അവർ ഹെലൻ കെല്ലറിന് അറിവിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകി. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, ഹെലൻ കെല്ലറുടെ ആത്മകഥ ഏവരും വായിച്ചിരിക്കേണ്ട ഒന്നാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ റോൾ മോഡലാണ് ഹെലൻ കെല്ലർ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമ്മുടെ പരിമിതികൾക്കൊക്കെ അപ്പുറം എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുക. 6 തവണ ലോകം സഞ്ചരിച്ച ഹെലൻ കെല്ലർ എന്നും നമുക്കൊരു മാതൃകയാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതിന് പലതരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകും. പക്ഷേ അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഹെലൻ കെല്ലർ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അറിവ് വെളിച്ചവും കാഴ്ചയുമാണ്. ഈ ചിന്താവിഷയം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.